ആദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാന്യരായ ജമാഅത്ത് ഭാരവാഹികളെ, കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഞാനൊരു സൃഷ്ടിയാണ്. നിങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ നിർബന്ധമാണോ, ഫർളാണോ എനിക്ക്? അള്ളാഹുവേ, ഇവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണമേ. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് പ്രാർത്ഥിക്കൽ നിർബന്ധമായി കൊണ്ടുള്ള ഒരു കൽപ്പന ഉണ്ടാവുകയായിരുന്നെങ്കിൽ ആർക്ക് പ്രാർത്ഥിക്കണം? ഏറ്റവും നമുക്ക് കടപ്പെട്ട വ്യക്തികൾ ആരാണ്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏറ്റവും നമുക്ക് കടപ്പെട്ട വ്യക്തികൾ ആരാണ്? നമ്മുടെ മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളെക്കാൾ കടപ്പെട്ട വേറൊരു വിഭാഗത്തെ നമുക്ക് പറയാൻ കഴിയുമോ? ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ നമുക്ക് നിർബന്ധമാണോ? മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹു ഒരു വചനം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വഖുൽ, നീ പറയൂ, നീ പ്രാർത്ഥിക്കൂ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് നീ പ്രാർത്ഥിക്കൂ. ഇത് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കണമെന്ന് അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചു തന്ന, പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്ന വചനമാണ്. നോക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ ദുന്യാവിൽ നമുക്ക് അതിരപ്പുറം കടപ്പാട് പറയാനുള്ള ഒരു വ്യക്തി ഇനി ഇല്ല, മാതാപിതാക്കളല്ലാതെ. അത്ര കടപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ നമുക്ക് ഫർളാണോ? എന്താണ് മാതാപിതാക്കളുടെ അവസ്ഥ? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മാതാപിതാക്കളെ സംബന്ധിച്ചുള്ള കടമകളും ബാധ്യതകളും എന്നൊരു വിഷയം ഇവിടെ വരുമ്പോൾ ഞാൻ വിശദമായി അന്നത്തെ വിഷയം നമുക്ക് അതിനെ പൂർണ്ണമായും പറയാം. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആരാണ് നമ്മുടെ മാതാപിതാക്കൾ? ഇന്ന് വിശേഷിച്ചും അത്തരം വിഷയങ്ങളെക്കുറിച്ചൊന്നും കൂടുതലാരും ചിന്തിക്കാറില്ല. ഇന്നത്തെ തലമുറന്റെ അവസ്ഥ അതാണ്. നിങ്ങൾ വായിച്ചോ, ഒരു 4-5 ദിവസങ്ങൾക്ക് മുൻപ് മാതൃഭൂമി പത്രത്തിൽ എൻ്റെ പോക്കറ്റിൽ അതിന്റെ കട്ടിംഗ് ഉണ്ട്. മക്കൾക്ക് ചെലവിന് കൊടുത്തില്ലെങ്കിൽ, മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുത്തില്ലെങ്കിൽ മക്കൾക്ക് ശിക്ഷ ബിൽ വരുന്നു. കേന്ദ്രമന്ത്രിസഭ ബില്ല് പാസ്സാക്കാൻ പോവുകയാണ്. എന്തിന്? മക്കൾക്ക് ചെലവിന് കൊടുക്കാത്ത, മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കാത്ത മക്കളെ ശിക്ഷിക്കാനുള്ള വകുപ്പ് കേന്ദ്ര ഗവൺമെന്റ് ബില്ല് പാസ്സാക്കിയെടുക്കാൻ പോവാണ്. ആ പത്ര റിപ്പോർട്ട് വായിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വന്നല്ലോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട് നമ്മൾ വായിക്കേണ്ടി വന്നില്ലേ? നമുക്കങ്ങനെ ഒരു പ്രശ്നമില്ല. എന്താ കാരണമെന്നോ? നമ്മളെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നതിന്റെ കൂടെ മദ്രസയിലും പഠിക്കുന്നുണ്ട്. അവരത് അവിടെ വെച്ച് പഠിക്കുന്നുണ്ട്. ഈ സദസ്സിൽ ഞാൻ അഭ്യസ്തവിദ്യരെ ആക്ഷേപിച്ചു പറയുകയാണെന്ന് ഒരിക്കലും തോന്നിപ്പോകരുത്. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒന്ന് ചോദിക്കുന്നു. 1-ാം ക്ലാസ്സിൽ എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ കൊണ്ടുപോയി ഒരു LP സ്കൂളിൽ ചേർത്ത് SSLC കഴിഞ്ഞ്, +2 കഴിഞ്ഞ്, BA കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, IAS പാസ്സായി വന്ന ഒരു ചെറുപ്പക്കാരൻ, ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ട IAS-കാരാ, നീ ഇത്രയും കാലം പഠിച്ചിട്ട് നിന്റെ ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ ഏതെങ്കിലും ഒരു പേജിൽ നിന്റെ ഉമ്മ ആരാണ്, ഉമ്മയോടുള്ള കടപ്പാടെന്താണെന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യായത്തിന്റെ അല്പഭാഗം എടുത്തു കാണിക്കാമോ? ഒരു മകന് തന്റെ ഉമ്മയോടുള്ള ബാധ്യതയും ഉമ്മാ സ്ഥാനവും ബഹുമാനവും എത്രയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ആത്മീയ ചിന്ത വരുത്തുന്ന, വേണ്ട, സ്വാഭാവികമായും നമ്മെ ഗർഭം ധരിച്ചു ചുമന്ന ഒരു മാനുഷിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ വരെ ആ വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മെ പോറ്റി വളർത്തിയുണ്ടാക്കിയ ഉമ്മ ആരാണെന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യായം സ്കൂളിലെ പാഠപുസ്തകത്തിൽ ഉണ്ട്. അത് പഠിക്കാത്ത കുട്ടിയെ പിന്നെ ഗവൺമെന്റ് ശിക്ഷിക്കല്ലാതെ എന്താ ചെയ്യുന്നത്? കുട്ടിയുടെ മനസ്സിൽ നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടായി വരണ്ടേ? കുട്ടിക്ക് തോന്നണത് എൻ്റെ ഉമ്മയാണ് വാപ്പയാണ്, ഞാൻ ചെലവിന് കൊടുക്കേണ്ടതാണെന്ന്. അതില്ല. അതേസമയം നമ്മുടെ മദ്രസയിൽ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചോ, മോനെ നിന്റെ ഉമ്മ ആരാണോ, നിനക്കെന്താ നിന്റെ? അപ്പോ പറയും, എൻ്റെ ഉമ്മാനെ കാലു ചുവട്ടിലല്ലേ സ്വർഗം. എൻ്റെ ഒരു കൊച്ചുമോളുണ്ട്, 3-4 വയസ്സ് പ്രായമുള്ള LKG ചേർത്ത കുട്ടി. അവിടെ നിന്ന് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുമ്പോൾ
കേട്ട് പഠിച്ചു ഉമ്മയുടെ കാലിനടിയിൽ സ്വർഗമുണ്ട്. അന്ന് സ്കൂൾ വിട്ടു വന്നിട്ട് ഉമ്മ നിൽക്കുന്നോട് പോയിട്ട് ഉമ്മാനെ കാല് പൊക്കി നോക്കുകയാണ്. എവിടെ ഉമ്മ സ്വർഗം, ഞാനത് കാണട്ടെ. ഉമ്മാന്റെ കാൽക്കടിയിൽ സ്വർഗം കൊച്ചുകുട്ടികൾ വരെ പഠിച്ചു മനസ്സിലാക്കി വരികയാണ്. ആ കുട്ടികൾക്ക് ഈ ബില്ലിന്റെ ആവശ്യമില്ല. അത് ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് അവിടെ വെച്ച് പറയാം. ആ വിഷയത്തിൽ ഞാനിപ്പോൾ അതല്ല പറയുന്നത്. ഞാൻ ഒരാളെ കൊന്നു എന്ന് വെക്ക്, അള്ളാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ഒരാളെ കൊന്നാൽ എന്താണ് ഒരു ഇസ്ലാമിക ഭരണം നടക്കുന്ന രാജ്യത്ത് അതിന്റെ ശിക്ഷ? ഞാൻ എൻ്റെ പ്രസംഗത്തിൽ എന്ത് ശിക്ഷാമുറ പറഞ്ഞാലും ഇന്ത്യൻ ജനാധിപത്യത്തിന് കീഴിൽ അല്ല ഞാനത് സംസാരിക്കുന്നത്. അത് ഇസ്ലാമിക ഭരണം നടത്തുന്ന പ്രദേശത്തേക്ക് പരിശുദ്ധ ഖുർആനിന്റെ നിയമം നടപ്പാക്കുന്ന രാഷ്ട്രം എവിടെയുണ്ടോ അവിടത്തേക്കാണ് ആ നിയമം ബാധകം. ഇന്ത്യ രാജ്യത്ത് നമുക്ക് ആ നിയമം നടപ്പാക്കാൻ പാടില്ല. മോഷ്ടിച്ചവന്റെ കൈമുറിക്കണമെന്ന് ഖുർആനിലുണ്ട്. ഇന്ത്യയിൽ നമുക്കത് നടപ്പാക്കിക്കൂടാ. ഇന്ത്യ അംഗീകരിച്ച, ഇന്ത്യൻ റിപ്പബ്ലിക് അംഗീകരിച്ചിരിക്കുന്ന ഒരു ഭരണഘടന നമുക്കുണ്ട്. മുസ്ലിമീങ്ങൾ ആ ഭരണഘടനയെ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് നമ്മുടെ മതം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ടാണ് നാം മുസ്ലിമീങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ശിക്ഷാമുറകൾ ഇന്ത്യൻ ജനാധിപത്യത്തിലേക്കല്ല ഞാൻ പറയുന്നത്. ഇവിടുത്തെ ഭരണകൂടത്തിനെയോ ഇവിടുത്തെ കോടതിയെയോ ഇവിടുത്തെ ഭരണഘടനയെയോ അംഗീകരിക്കാതെയല്ല എൻ്റെ പ്രസംഗം എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ഒരാളെ കൊന്നാൽ ഖുർആൻ പറഞ്ഞ ശിക്ഷ എന്താണ്? വമൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം. ഒരാൾ ഒരു മുസ്ലിമായ മനുഷ്യനെ കൊന്നാൽ, ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നാൽ, അല്ല അവിശ്വാസിയെ കൊന്നാലും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം തന്നെയാകണമെന്നില്ല. ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നവന്റെ ശിക്ഷ കാലാകാല നരകമാണ്, ശാശ്വത നരകമാണ്. ഒരാൾ മറ്റൊരാളെ കൊന്നാൽ കോടതിയിൽ ആ കേസ് വിചാരണ ചെയ്യുമ്പോ ഭൗതിക ലോകത്ത് അയാളിൽ ഒരു ശിക്ഷ നടപ്പാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പാരത്രിക ലോകത്ത് ഒരു സ്പെഷ്യൽ ശിക്ഷ വെച്ചിട്ടുണ്ട്. പക്ഷെ ദുന്യാവിൽ അയാൾക്കൊരു ശിക്ഷ നടപ്പാക്കും ഇസ്ലാമിക കോടതി, ഇസ്ലാമിന്റെ ജഡ്ജി. അതെന്താ? തിരിച്ചവനെയും കൊല്ലണം. അപ്പൊ ഞാൻ ഒരാളെ കൊന്നാൽ കോടതിയിൽ കുറ്റം തെളിഞ്ഞാൽ എന്ത് ചെയ്യും? എന്നെ കൊല്ലും, എന്നെ കൊല്ലാൻ വിധിക്കും. ആ വിധി നടപ്പാക്കുകയും ചെയ്യും. ഇതാണ് ഇസ്ലാമിൽ അതിന്റെ വിധി. മനഃപൂർവമല്ല കൊന്നത്, അബദ്ധത്തിനാണ് കൊന്നതെങ്കിലോ സംഭവിക്കാറുണ്ട് സാധാരണഗതിയിൽ. എങ്ങനെ? ബസ് സ്റ്റോപ്പിൽ ഒരു ബസ് നിർത്തിയിരിക്കും, ഞാൻ കാർ ഓടിച്ചു വരാം. ഓടിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ പൂർണ്ണമായും ഞാൻ പാലിച്ചിട്ടുണ്ട്. നിർത്തിയിട്ട ബസ് സ്റ്റോപ്പിലാകുമ്പോൾ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി ആളുകൾ അപ്പുറത്തേക്ക് മുറിച്ചു കടക്കുന്നത് ഞാൻ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ വണ്ടി സ്പീഡ് കുറക്കണം, ഞാൻ ഓണടിക്കണം. ആളുകൾ മുറിച്ചു കടക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഞാൻ ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ. അങ്ങനെ ശ്രദ്ധിച്ചു പോവാം. എന്റെ പ്രാർത്ഥന എന്താണ്? പടച്ചവനെ, ഒരു മനുഷ്യനും അപകടത്തിൽ പെടരുത്, ആരുടെയും മേത്ത് തട്ടുകയോ മുട്ടുകയോ ചെയ്യരുത്, ഒരു ഉറുമ്പിനെ പോലും ഈ വാഹനം കൊണ്ട് ഞാൻ കൊല്ലരുത്. ഇതും പ്രാർത്ഥിച്ചാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. അങ്ങനെ സൂക്ഷിച്ച് ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ഞാൻ കടക്കുമ്പോൾ ഒരുത്തൻ വന്നിട്ട് കാറിന്റെ മുമ്പിലേക്ക് അങ്ങ് ചാടി, അബദ്ധത്തിൽ മുട്ടി അവനങ്ങ് മരിച്ചു. എനിക്ക് അയാളെ കൊല്ലണമെന്ന് ഉദ്ദേശമുണ്ടോ? ഇല്ല. ഒമൻ ഖതഅ, ഖുർആൻ പറയൂ. ഈ ആയത്തിന്റെ പുറകിൽ അല്ലാഹു പറയുന്നു ഒമൻ ഖതഅ, അബദ്ധത്തിനാണ് കൊന്നതെങ്കിലോ അപ്പോഴും ഉണ്ട് പ്രായശ്ചിത്തം. ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരാളെ കൊലപ്പെടുത്തണമെന്ന് ഒരിക്കലും എനിക്ക് ഉദ്ദേശമില്ല. എന്റെ പ്രാർത്ഥന പടച്ചവനെ ആരുടെയും മേലെ തട്ടരുത് എന്നാണ്. അങ്ങനെ പോകുമ്പോ ഒരു കുട്ടി അങ്ങ് ചാടി ആ കാറിന്റെ മുമ്പിലേക്ക്, അബദ്ധത്തിൽ അങ്ങ് എടുത്തു ചാടി. ഒരിക്കലും ഈ ഡ്രൈവർ ഉത്തരവാദിയല്ല, പക്ഷേ ആള് മരിച്ചുപോയി. എന്ത് ചെയ്യും? പരിശുദ്ധ ഇസ്ലാം അതിനൊരു പ്രായശ്ചിത്തം വെച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങ് വണ്ടി നിർത്തി എന്റെ പ്രവൃത്തി ഒന്നല്ല, അത് അവന്റെ പരിപാടിയല്ലേ എന്ന് വിചാരിച്ച് പോകാൻ പറ്റില്ല. കൊടുക്കേണ്ടത് കൊടുക്കണം, ദിയത്ത് കൊടുക്കണം. അത്ര കർശനമാണ്. അപ്പൊ പിന്നെ മനഃപൂർവ്വം കൊന്നാ പറയണോ? അതാണ് എന്നവിടെ പറഞ്ഞത്. മനഃപൂർവ്വം കൊന്നാൽ ശിക്ഷ ഇതാണ്. അബദ്ധത്തിൽ സംഭവിച്ചാലും ശിക്ഷയുണ്ട്. ഇതാ ഒരു മനുഷ്യനെ കൊല്ലുന്നതിന്റെ വിധി. എത്ര ഗൗരവ കാര്യം ചിന്തിച്ചേ എന്ന്. കൊലപാതകം വർദ്ധിച്ചു വരല്ലേ? സൂക്ഷിക്കണം. അതിന് അല്ലാഹു വെച്ചിരിക്കുന്ന ശിക്ഷ കാലാകാല നരകമാണ്, കടുത്ത ശിക്ഷയാണ്. ദുന്യാവിൽ ആ മനുഷ്യരെ അങ്ങ് കൊന്നുകളയണമെന്നാണ് നിയമം. ഞാൻ ഒരാളെ കണ്ണുകുത്തിയാൽ എന്റെ കണ്ണ് കുത്തണം,
ഞാനൊരാളെ കൈമുറിച്ചാൽ അൽ ഐന ബിൽ ഐനി വൽ അൻഫ ബിൽ അൻഫി വൽ ഉദ്ന ബിൽ ഉദ്നി വസ്സിന്ന ബിസ്സിന്നി വൽ ജുറൂഹ ഖിസാസ്. ഞാനൊരാളെ കണ്ണു കുത്തിയാൽ എൻ്റെ കണ്ണു കുത്തി, ഞാനൊരാളെ മൂക്ക് ചെത്തിയാൽ എൻ്റെ